ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പച്ചമീൻ ഒന്ന് വറുത്തരച്ച് കറി വെക്കുവാണ്. നല്ല ചൂരമീനാണ്. അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് നമ്മുടെ മീൻ വറുത്തരച്ച് കറി വെക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വറുത്തരച്ചൊരു മീൻ കറി വെക്കാം. ഇത് നല്ല ചൂരമീനാണ്, ചെറിയ ചൂരയാണ്, 2 എണ്ണം. അപ്പോൾ അതിൻ്റെ തലയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി മല്ലിയും മുളകും വറുത്തരച്ചൊന്ന് മീൻ കറി വെക്കാവേ. അപ്പോൾ ഇത് നമ്മുടെ മല്ലിയും മുളകും കൂടെ വറുത്തരയ്ക്കാം. നമ്മുടെ മുളക് പൊടിയാണ് ഇത്. ഞാൻ എരിവുള്ള 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. അപ്പം നമുക്ക് ഇച്ചിരി എരിവ് വേണമെങ്കിൽ ഇച്ചിരി കൂടുതലിടാം കേട്ടോ. ഇനിയിപ്പം മീൻ എന്തേലും ഉണ്ടെന്നുള്ളതിൻ്റെ അളവനുസരിച്ച് ഇടാം. ഇനി നമുക്കൊരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതില്ല, നമുക്ക് മുഴുവനോടെയുള്ള മല്ലിയും മുളക് പൊടിയാണെങ്കിലും നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ അളവ് ഓരോരുത്തർക്ക് എരിവ് എന്തേലും വേണമെന്നൊക്കെ അനുസരിച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1.5 കിലോ മീനോളം ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇത്രയും കൂടെ വേണം. നമുക്ക് ഒത്തിരി അങ്ങ് കറപ്പിച്ച് മൂക്കണ്ട. നമുക്കൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. നമ്മൾ മറ്റേ മുളകും ഒക്കെ വറക്കുന്ന പോലെ നമുക്ക് അത്രയും പൊടിയാകുമ്പോൾ കരിഞ്ഞു. അപ്പോൾ നമ്മുടെ മീൻ കറി കറുത്തിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി നേരമൊന്നും ഇട്ട് ചൂടാക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോഴാണല്ലോ നമുക്കൊരു വറുത്തരച്ചെന്നുള്ളൊരു ഫീലിംഗ് വരുള്ളൂ. ഇനി ഇത് പൊടിയായിട്ട് ചുമ്മാ വേണേലും ഇടാം. അത് വേണ്ട, ഇതൊന്ന് അരച്ച് നമുക്ക് ചേർത്താൽ മതിയേ. അപ്പോൾ ചൂരമീനാണെന്നുള്ള ഏത് മീനും ഇങ്ങനെ വറുത്തരച്ച് കറി വെച്ചാൽ നല്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതേ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത്രയും ചൂടായിച്ചാൽ നമുക്ക് ഇനിയിപ്പം സ്റ്റൗ ഓഫാക്കി നമുക്ക് പൊടി വാങ്ങി വെക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ വറുത്തരച്ച് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പേ വെച്ചു. നമുക്കൊരു 2-2.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ മുഴുവനോടെയുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കും. ഇനി അത് രണ്ടും അതിനകത്തിരുന്ന് പൊട്ടട്ടെ. അപ്പം കടുകും നമ്മുടെ ഉലുവായും ഒക്കെ അങ്ങ് പൊട്ടി. അപ്പം നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കും, നമുക്കങ്ങ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി നമ്മളൊരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചേക്കണം, അതുകൂടെ അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ അങ്ങനെ ഉള്ളിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത്, ഞാൻ പറഞ്ഞില്ലേ, അരച്ച് മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് അരച്ചെടുത്താണ്. ബാക്കി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കറിക്കകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന അരപ്പ് നല്ലപോലെ ഒന്ന് മൂക്കണം. ഒന്ന് തിളച്ച് നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം ഈ അരപ്പ് ഇതിനകത്തുനിന്ന്. ഇളക്കി കൊടുക്കണം, നമ്മൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് നല്ലപോലെ അരപ്പൊക്കെ ആയി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി, ഞാൻ ഒരു 3 ചോള പുളി വെള്ളത്തിലിട്ടിട്ട് അത് ഞാൻ ആ വെള്ളം അതോടെ കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് മീൻ കറിക്ക് ആവശ്യത്തിന് എന്തെങ്കിലും വെള്ളം വേണമെങ്കിൽ അത് നമുക്ക് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കൂട്ടി നമ്മുടെ ആ മിക്സിയുടെ ജാറൂടെ കഴുകി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും മീൻ കറിക്ക് ചാറ് വേണം എന്നനുസരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും.
ഇനിയിപ്പം ഈ നമ്മുടെ മീൻകറിയുടെ ചാറും തിളക്കട്ടെ ഇതിനകത്തിരുന്ന്. ഇത് നമ്മുടെ മീൻ ചാറ് തിളച്ചിട്ട് നമുക്കിനി മീൻ കഷ്ണമൊക്കെ പെറുക്കി അതിനകത്തേക്ക് ഇടാവേ. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് പയ്യൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാവേ. അത്രയും വലിയ ചട്ടി എടുത്ത് ചുറ്റിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ അത് പയ്യൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഇളക്കി നമ്മുടെ മീനെല്ലാം പൊടി പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒന്നിട്ട് നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മീൻകറി വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാവേ. നമുക്ക് എടുത്ത് ഒന്ന് ചുറ്റിച്ചൊന്ന് എടുക്കണം. അപ്പോൾ ഇത്രയും വലിയ ചട്ടി ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നമുക്കിതൊന്ന് നല്ലപോലെ ഇച്ചിരി കട്ടിയുള്ളൊരു തുണി എടുത്തിട്ട് നമുക്കൊന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിക്കാവേ. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കും. ഇത് നമ്മുടെ ഈ വറുത്തരച്ച മീൻകറിയുടെ പ്രത്യേകത നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണതാണ്. നല്ല കളറൊക്കെ നല്ല അടിപൊളി കളറാണ്. നല്ല ഒരു ഉപ്പും എരിവും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഒന്ന് ഇവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് കൂടെ നല്ല ചെറുതീയിലിരുന്ന് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ട് ചാറൊക്കെ ഇച്ചിരി ചാറ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചാറ് കൂടുതലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാവേ. ഒരിച്ചിരി കറിവേപ്പിലയിട്ട് ഒരു സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. നിർബന്ധമൊന്നുമില്ല. ഒരു സ്പൂണും കൂടെ ഒഴിച്ച് നമുക്ക് നമ്മുടെ വറുത്തരച്ച മീൻകറി ഒന്ന് മൂടി വെക്കാവേ. നമ്മുടെ മീൻകറിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, നല്ല വറുത്തരച്ച മീൻകറിയാണ്. നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. അടിപൊളിയാണ്. നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതാണ്. ഇപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ വറുത്തരച്ചൊന്നും മീൻ കറി വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.